ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഇന്ത്യ അഭയം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മിസോറാം ജില്ലയിലേക്കാണ് 30 അഭയാർത്ഥികൾ എത്തിയത്. എന്തായാലും അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കാണ് ഇന്ത്യ അഭയം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഹിൽ ട്രാക്സിൽ നിന്നുള്ള 16 കുട്ടികൾ ഉൾപ്പെടെ 28 പേരെങ്കിലും സൈനിക ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഹിന്ദുക്കളെ നമ്മുടെ മിസോറാം അതിർത്തിയിലുള്ള ജില്ലയിൽ നമ്മൾ പാർപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ബംഗ്ലാദേശിലെ മലയോര ജില്ലകളിൽ നിന്നാണ് ഇവർ എത്തിയിരിക്കുന്നത്. 3 മലയോര ജില്ലകളിലൊന്നായ ബന്ദർബൻ ജില്ലയിലെ കെർസെറ്റ്ലാങ് പാൻകിയാങ് ഗ്രാമത്തിൽ നിന്ന് 5 കുടുംബങ്ങൾ അടങ്ങുന്ന 30 പേരാണ് ഈ ജനുവരി 7 മിസോറാം അതിർത്തിക്ക് അടുത്തുള്ള കാട് കടന്ന് ലോങ്ട്ലിയാങ് എന്ന് പറയുന്ന മിസോറാം ജില്ലയിലെ ഹ്രൂയി ടെസാൾ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കടന്നിരുന്നത്. എന്തായാലും ഈ കാര്യം ഉടനെ തന്നെ ആഭ്യന്തര വകുപ്പിനെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചു. അമിത്ഷായുടെ നിർദ്ദേശം എന്ന് പറയുന്നത് മാനുഷികപരമായി അവർക്ക് നമ്മൾ അഭയം കൊടുക്കണം എന്ന് തന്നെയായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് നിന്നും ബംഗ്ലാദേശികളെ പൂർണ്ണമായി പുറത്താക്കാനുള്ളൊരു ഡ്രൈവ് രാജ്യത്ത് പൂർണ്ണമായും നടക്കുമ്പോഴാണ് അവിടെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള ബംഗ്ലാദേശികളെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അവർക്ക് അഭയം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഹ്രൂയി ടെസാളിൽ നിന്ന് മിസോസ് വംശജരുടെ ബാം വംശത്തിൽപ്പെട്ട ബംഗ്ലാദേശ് പൗരന്മാരെ അസം റൈഫിൾസ് ആണ് അടുത്തുള്ള ട്യൂംത് നഹാർ ഗ്രാമത്തിലെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയത്. അവിടെ അവർക്ക് അർദ്ധ സൈനിക സേന ഭക്ഷണവും പാർപ്പിടവും അടക്കം ഒരുക്കി കൊടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ഏറ്റവും സുപ്രധാനമായി എടുത്തു കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അവിടെ താമസിക്കുന്ന, അതായത് ഈ ജില്ലയിൽ താമസിക്കുന്ന ബംഗ്ലാദേശികൾ, അതായത് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ബംഗ്ലാദേശികൾ കഴിഞ്ഞ വർഷം ഡിസംബർ വരെ വന്നത് 2014 പേരാണ് എന്നുള്ളതാണ്. 2014 പേർ കഴിഞ്ഞ വർഷം ഡിസംബർ വരെ അവിടേക്ക് കുടിയേറി പാർക്കുന്നുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇതൊരു വമ്പൻ വാർത്ത തന്നെയാണ്. ജില്ലയിൽ നിലവിൽ വലിയ രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹമുണ്ട്. 5922 മറ്റ് രാജ്യങ്ങളിലെ അഭയാർത്ഥികൾ, അതായത് മ്യാൻമറിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്കും നമ്മൾ അവിടെ അഭയം കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തെ ഏറ്റവും അധികം നമ്മൾ ഭയക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറാണ്. നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ സിലിഗുരി കോറിഡോർ അത് നമ്മൾക്ക് വികസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കായി നമ്മൾ, അതായത് ഇന്ത്യ മഹാരാജ്യം ചെയ്യുന്ന ഒരു പണി എന്ന് പറയുന്നത് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഹൈന്ദവരെ അടക്കം അങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും നമ്മുടെ BSF ജവാന്മാർ, അതായത് ഒരു 20 കിലോമീറ്റർ ഇന്ത്യയിൽ നിന്നും അകത്തേക്ക് 20 കിലോമീറ്റർ കയറാം എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയും അതിനുശേഷമായിരിക്കും അങ്ങനെ ഒരു ഓപ്പറേഷൻ വരികയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ നെക്ക് വിപുലീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. സമാനമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേക സംസ്ഥാനത്തിനായി പോരാടുകയാണ് ഇപ്പോൾ മ്യാൻമറിലുള്ള മ്യാൻമറിലുള്ള അറക്കൻ ആർമി എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് അവിടെയുള്ള ബുദ്ധന്മാർ, ആ ഒരു വിഭാഗത്തിലുള്ള അഭയാർത്ഥികളെ കൂടെ, ഗോത്ര വിഭാഗങ്ങളെ കൂടെ നമ്മൾ ഇപ്പോൾ മിസോറാമിലേക്ക് കുടിയേറിയിരിക്കുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അൾട്രാ ലിബറൽ മാധ്യമങ്ങൾ, ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾ, നക്സൽ മാധ്യമങ്ങൾ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് ഭീഷണിയിലാകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ബംഗ്ലാദേശികളെ എല്ലാം ബംഗ്ലാദേശിലേക്ക് കയറ്റി അഴിക്കുമ്പോൾ ഇവർക്ക് വലിയ വിഷമമാണ്. എന്നാൽ അങ്ങോട്ട് നിന്നും ഇങ്ങോട്ടേക്ക് ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരുമ്പോൾ ഇവർക്കത് ബോധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഇവർക്ക് കടുത്ത ദുഃഖമുണ്ട്. ചിതറിക്കിടക്കാതെ ബംഗ്ലാദേശികളെ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള 4 ഗ്രാമങ്ങളിൽ, ഈ ലാങ്ട്ലിയാങ് ജില്ലയിലെ 4 ഗ്രാമങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനാണ് ഇപ്പോൾ മിസോറാമിലെ സംസ്ഥാന സർക്കാർ പദ്ധതിയിടുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിട്ടുള്ള സോറം പീപ്പിൾസ് മൂവ്മെന്റ് MLA ലാങ്മുൻ പുയാപൂനെ പറഞ്ഞിരിക്കുന്നത്. വിവിധ ഗ്രാമങ്ങളിലാണ് ഇവരെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണപരമായ സൗകര്യത്തിനും മാനുഷിക സഹായം സുഗമമാക്കുന്നതിനും ബംഗ്ലാദേശി പൗരന്മാർക്ക് ഉപജീവന മാർഗം നൽകുന്നതിന് വേണ്ടിയും ഈ സ്ഥലം മാറ്റ പദ്ധതി ഉപകാരപ്പെടും. അങ്ങനെയാണ് താൻ ഇത് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് മിസോറാം സർക്കാർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ആഭ്യന്തര വകുപ്പിനെ കൃത്യമായി അവിടെ നിന്നും വരുന്ന അഭയാർത്ഥികൾ, അവർ കുടിയേറി പാർക്കുന്ന ഗ്രാമങ്ങൾ, എത്ര പേരാണ് വരുന്നത്, ഇവരുടെ മറ്റു പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ള പ്ലാനുകൾ നടക്കുന്നുണ്ട് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.